ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും മക്കളും സുഖമായിട്ടിരിക്കുന്നു. മക്കൾ രണ്ടാളും സ്കൂളിൽ പോയി. വേറെ എന്താണ് വിശേഷം? ഇന്ന് എൻ്റെ മാമൻ്റെ ആണ്ടാണ്. റജബ് 25-നായിരുന്നു മാമൻ മരിച്ചത്. അപ്പോൾ ഇന്ന് 26-ആണ്, റജബ് 26-ആണ്. അപ്പം ഇന്നലെ ആണ്ട് കഴിക്കാഞ്ഞെന്ന് വെച്ചാൽ മാമൻ്റെ വീട്ടിൻ്റെ അപ്പുറം തന്നെ ഒരു കല്യാണമുണ്ട്. അപ്പം അവരുടെ മുറ്റത്താണ് പന്തലൊക്കെ ഇട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ കഴിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ എന്താ പറയുക, മാമന് വേണ്ടി എല്ലാവരും ദുആ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മാമന് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ മാമനൊരു പാവാണ്. എന്താ പറയുക, ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവിച്ചെന്നുള്ള ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് ജീവിച്ചു പോയ ഒരാളാണ്. പെട്ടെന്ന് അറ്റാക്കായിരുന്നു, എന്താ പറയുക, സൈലൻ്റ് അറ്റാക്കായിരുന്നു. ഉറങ്ങിക്കിടന്നതായിരുന്നു ആൾ. 15 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പോൾ എൻ്റെ മാമിക്കും തീരെ സുഖമില്ല. മാമി ക്യാൻസർ പേഷ്യൻ്റാണ്. മാമൻ മരിക്കുന്ന സമയത്ത് മാമിക്ക് എന്താ പറയുക, വയറ്റിൽ ഇങ്ങനെ വയറ് വീർക്കുക, വയറിൽ നീര് കൊണ്ട് ഇറങ്ങുക. അപ്പോൾ പിന്നീട് മാമൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ മാമിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പം റിസൾട്ട് വന്നു, ക്യാൻസറാണെന്ന്. ഇപ്പോൾ 4ാം സ്റ്റേജിലാണ്. അപ്പം എന്താ പറയുക, മാമൻ്റെ മോന് 15 വയസ്സായിട്ടുള്ളൂ. അപ്പം ആ ഉമ്മാനെങ്കിലും ആ മോന് എന്താ പറയുക കാണാൻ വേണ്ടിയിട്ടും മോൻ്റെ കൂടെ ആ ഉമ്മ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആ ദുആയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഞാൻ അവിടെ പോയിട്ട് പറ്റുമെങ്കിലും ഞാൻ വീഡിയോ എടുക്കും. ഫാമിലിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. എല്ലാവരെയും കാണിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പറ്റുന്ന ആൾക്കാർ മാത്രം കാണിച്ചു തരാം. ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം വീഡിയോ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ. ആ റോഡ് ഇത്തിരി മുന്നോട്ടൊരു സ്റ്റോപ്പിലിട്ടുണ്ടാകും. ഏതാ പാട്ട്? ഒരു പൂ തരാമോ, ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ ആൾ വരണ്ടേ, പുതാകിനി പുതാകുമോ, പുതാങ്ങളെ പുതാകിനി. ഞാൻ ഇനി അടുത്തഞ്ഞോട് അല്ല, എനിക്കറിയില്ല. വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാ കൺകോളി സുബർ കണ്ണേ, മലർക്കൊടിയെ ഞാനെന്നും ഉയരകിൽ പൂയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാ കൺകോളി സുബർ കണ്ടേ, മലർക്കൊടിയെ. അങ്ങനെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലെത്തി. ഇപ്പം മൗലൂദാണ് അവിടെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാണ്. ഉമ്മാൻ്റെ അനിയത്തിയാണ്. ഇത് മൂത്തൊടിയാണ്. ഹരി, ഇത് മൂന്നാമത്തെ മമ്മി. ഒരു ഹായ് പറഞ്ഞ മമ്മി. മാമിയാണത്. ഇവിടെ എന്താ അങ്ങനെ അടിച്ചു വാരം തുടക്കലൊക്കെ ആയി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മൂത്ത മാമി എല്ലാവരും ഇങ്ങനെ പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ മൂന്നാമത്തെ മമ്മി ഇതാ. മമ്മിക്ക് കഫക്കെട്ടും പനിയൊക്കെയാണ്. അമ്മ ഒരായി പറഞ്ഞ ഒരായി പറയും. അപ്പോൾ ഇതാ ഇത് 5ാമത്തെ മാമിയാണ്. മാമി ഇതാ ഇപ്പം തുടച്ചുകൊണ്ടിരിക്കുന്നത്. മാമീന്നൊന്നും വിളിക്കലില്ല കേട്ടോ, പേരാ വിളിക്കല്. അപ്പോൾ മാമീന്നൊന്നും വിളിക്കാനില്ല. എല്ലാം കഴിഞ്ഞ് നുണയിലൊക്കെ ആയിരിക്കും അല്ലേ? എന്താണ് നുണ പറയുന്നേ? എന്തോ നുണ പറയുന്നുണ്ടാ സർമിന? മാമി ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി
പോകുന്ന വഴിക്ക് ആങ്ങളുടെ മോൻ്റെ സൈക്കിളുണ്ട്, ഒരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ റിപ്പയറിങ് ഉണ്ട്, അങ്ങനെ അതിന് അത് മേടിക്കണം. അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകും. ഇതൊക്കെയല്ല നല്ല ഉറക്കല്ലേ. കണ്ണ് തുറന്ന് ചിരിക്കുന്നില്ല. എണീക്കടാ ഒന്ന്. ശ്വാസം പോയി എന്നാ പറഞ്ഞേ? ശ്വാസം പോയോ നിന്റെ? സൈക്കിൾ വേണോ? എനിക്ക് സൈക്കിൾ വേണോ? വേണ്ട, വീണെടുക്കും. എന്റെ സൈക്കിളാ തൂ. എന്റെ സൈക്കിളാ നീക്കി. സൈക്കിൾ എങ്ങനെ വിളിക്കുന്ന വേഗം ചെല്ല്. ചെല്ല, അതിൻ്റെ ഉള്ളിലതാ. അങ്ങനെ ഞങ്ങൾ പോയി വന്നു. വരുമ്പം തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അതിന്മേൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വരികയാണ്. അങ്ങനെ എല്ലാവരും പോയി. ഞാനിവിടെ ഇറങ്ങി. ആങ്ങളും ഉമ്മയൊക്കെ വീട്ടിലേക്ക് പോയി. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. ഒരുപാട് അനിയുണ്ട് കേട്ടോ. മാമന്മാരൊന്നും ഞാൻ കാണിച്ചില്ല. അതുപോലെ ആങ്ങളെ, അവർക്കൊന്നും വീഡിയോയിലേക്ക് വരുന്നതിന് വലിയ താല്പര്യമില്ല. ഇൻഷാ അള്ളാ അവർ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ പിന്നീട് ഞാൻ കാണിക്കാം. അപ്പോൾ മാമിമാരും എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. ഒരു 150 ആൾക്കാരെ പരിപാടിയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പം വീട്ടിലെത്തി. എനിക്ക് 5 മാമന്മാരാണ്. അപ്പോൾ ഇതിലുള്ള 4ാമത്തെ മാമനാണ് മരണപ്പെട്ടത്. മാമൻ്റെ ആണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാമന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരാട്ടോ. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ എന്താ പറയുക, ഈ മാമൻ്റെ മരണം ഇന്നും എന്താ പറയുക അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. മാമൻ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. മാമിമാരായിട്ട് മാത്രം ഞങ്ങളെ ഫ്രണ്ടായിട്ടും ഞങ്ങളെ കൂടപ്പിറപ്പായിട്ടൊക്കെയാണ് മാമിമാരൊക്കെ കാണുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഒക്കെ. എന്തോ ആദ്യം ഒരുമിച്ച് തറവാട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും ജീവിച്ചത്. അപ്പോൾ അതുപോലെ വീണ്ടും ആരും വേറെ പോവണ്ടായിരുന്നു എന്ന് തോന്നുകയാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുമിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ കാലഘട്ടം മിസ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്തായാലും വേണ്ടില്ല, അന്നും ഇന്നും ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആരുമായിട്ട് പിണക്കങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഇണക്കത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ ചെറിയ ചെറിയ ഇണക്കങ്ങളൊക്കെ ഉണ്ടാവില്ല. കാരണം നമ്മൾ പേടിത്തി അനിയത്തിയാകുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ അതൊരു വീട്ടിലാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കൽ പോലും ഒരു ദിവസം മിണ്ടാണ്ടിരിക്കല്ലേ, ഒരു 10 മിനിറ്റ് പോലും മിണ്ടാണ്ട് നിൽക്കൽ പോലും ഇല്ല. അങ്ങനെയാണ് ഞങ്ങളുടെ മാമിമാരൊക്കെ മുന്നോട്ട് പോയത്. ഞാനായിക്കോട്ടെ, അനിയത്തി ആയിക്കോട്ടെ, അതുപോലെ ഉമ്മാൻ്റെ അനിയത്തി, ഉമ്മാൻ്റെ അങ്ങോട്ട് ഓളന്മാർ. അപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ മുന്നോട്ട് മരണം വരെ ഒരുമിച്ച് എന്താ പറയുക, ഒരുമിച്ച് നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കുന്ന അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മാമന് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.